വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുതൽ നമ്മൾ നോഡ് ജേസിൻ്റെ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു നോഡ് ജേസിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. എന്തൊക്കെ നിങ്ങൾ പഠിക്കണം, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് വേണം. അതായത് ഈ വീഡിയോയ്ക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന 50 കമൻറ്റ് 50 ലൈക്കാണ്. അത് നിങ്ങളടുത്ത് ഞാൻ ചോദിക്കുന്ന റീസൺ, ഈ വീഡിയോ നിങ്ങളെപ്പോലെ പഠിക്കാൻ ആവശ്യമുള്ള ഒരുപാട് ആളുകളിലോട്ട് പുഷ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കമൻറ്റും ലൈക്കും വന്നാൽ മാത്രമേ യൂട്യൂബിൻ്റെ അൽഗോരിതം ഈ വീഡിയോ പുഷ് ചെയ്യത്തുള്ളൂ. ഓക്കെ, നമുക്ക് നോഡ് ജേസിൻ്റെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ നോഡ് ജേസ് നമ്മൾ ഉപയോഗിക്കുന്ന ബാക്ക് എൻഡ്, ഒരു വെബ്സൈറ്റിന് 2 പാർട്ടുണ്ട്, ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ്. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഹൗ ദ ബാക്ക് എൻഡ് വർക്ക് മലയാളം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു 23 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ടു സെഡ് കോൺസെപ്റ്റ്, പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് മൊത്തം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ നിങ്ങൾക്ക് കോഡിങ് അറിഞ്ഞുകൂടെങ്കിൽ പോലും ബാക്ക് എൻഡിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നിങ്ങൾ ഈ നോഡ് ജേസിൻ്റെ ട്യൂട്ടോറിയൽ കാണുന്നതിന് മുമ്പ് കാണേണ്ട പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ കാണേണ്ട വീഡിയോ ആണ് വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക്സ് അല്ലെങ്കിൽ ഫണ്ടമെൻറ്റൽസ്. ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഫണ്ടമെൻറ്റൽസും ബേസിക്കിനെയും കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ ഇതും നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. കാരണം നമ്മൾ പഠിക്കുന്ന ഏത് സെക്ടറിലോ ഏത് മേഖലയിലുള്ള ടോപ്പിക്കാണെങ്കിലും ബേസിക് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, ആ മേഖലയിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസും ഡൗട്ടും ക്രിയേറ്റ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ ബേസിക് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ബേസിക് വീഡിയോസ് നിങ്ങൾ കാണുക. അതുപോലെ തന്നെ നോഡ് ജേസ് ഇൻസ്റ്റാളേഷൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം അതിൽ ശ്രദ്ധിക്കാതെ പോയത്, നിങ്ങൾ നോഡ് ജേസിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഓക്കെ, അതിൽ വേറെ മിസ്റ്റേക്കൊന്നുമില്ല, വെർഷൻ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ഡൗൺലോഡിൽ വന്നു കഴിഞ്ഞ് എന്ത് ചെയ്യുക, നിങ്ങൾ 23, 22 ഈ വെർഷൻസ് നിങ്ങൾ ഡൗൺലോഡ് ആക്കരുത്, 21 ഡൗൺലോഡ് ആക്കണം. കാരണം ഈ 22, 23 വെർഷൻ്റെ അകത്ത് നമ്മൾ നോഡ് ജേസിലായാലും റിയാക്റ്റിലായാലും ചില പാക്കേജസ് എന്താണ് പ്രോപ്പറായിട്ട് വർക്ക് ആവത്തില്ല. ചിലരെ കമ്പ്യൂട്ടർ ചിലപ്പോൾ 23 നിങ്ങൾക്കുള്ള നോഡ് ജേസ് റൺ ആവുമെങ്കിലും ചിലർക്കുള്ള കമ്പ്യൂട്ടറിൽ ഈ നോഡ് ജേസ് ചിലപ്പോൾ കറണ്ട് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വെർഷൻ്റെ അകത്ത് റൺ ആവത്തില്ല. അപ്പോൾ മാക്സിമം 21 ഇതുപോലത്തെ സ്റ്റേബിൾ ആയിട്ടുള്ള വെർഷൻസിൻ്റെ അകത്ത് മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക. എന്താണ്, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന 2-3 വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് GPT അടുത്ത് പോയിട്ട് ചോദിച്ചാൽ മതി, ഓക്കെ ബെസ്റ്റ് നോഡ് ജേസ് വെർഷൻ ഫോർ മൈ ന്യൂ പ്രൊജക്റ്റ് എന്ന് ചോദിക്കുമ്പം ചാറ്റ് GPT സജസ്റ്റ് ചെയ്യും നിങ്ങൾ ഏത് വെർഷൻ ഉപയോഗിക്കണം എന്നുള്ളത്. ഇപ്പോഴത്തെ വീഡിയോ ഇപ്പോൾ ഒരുപാട് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ അടുത്താണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെർഷൻ 21 നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് മറ്റ് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ നോഡ് ജേസ് ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നോഡ് ജേസിൽ തന്നെ നമ്മൾ നോഡ് ജേസിൻ്റെ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിൻ്റെ അകത്താണ്, എക്സ്പ്രസ് ഫ്രെയിം വർക്കിൻ്റെ അകത്താണ് നമ്മൾ കോഡ് എഴുതുന്നത്. കാരണം നോഡ് ജേസിൻ്റെ അകത്ത് നമുക്ക് കോഡ് എഴുതുമ്പം നിലവിൽ കമ്പനീസ് എല്ലാം എക്സ്പ്രസ്സിനാണ് നോഡ് ജേസിൻ്റെ മുകളിൽ റാപ്പ് ചെയ്ത് നോഡ് ജേസിൽ കോഡ് എഴുതുന്ന എളുപ്പമാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് എക്സ്പ്രസ്. അപ്പോൾ നോഡ് ജേസിൽ നമുക്ക് കോഡ് എഴുതാൻ പറ്റും, നോഡ് ജേസിൽ നമുക്ക് APIs ബിൽഡ് ചെയ്യാൻ പറ്റും, അതുപോലെ എക്സ്പ്രസ്സിലും ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ എക്സ്പ്രസ്സിൽ ബിൽഡ് ചെയ്യുമ്പോൾ നോഡ് ജേസ് തന്നെയാണ് ബിൽഡ് ആവുന്നത്. പക്ഷേ നമുക്ക് നോഡ് ജേസി ബിൽഡ് ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ്സിൻ്റെ അകത്ത് നമുക്ക് നോഡ് ജേസ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. നിലവിലെ കമ്പനീസ് എല്ലാം ഉപയോഗിക്കുന്ന എക്സ്പ്രസ്സിലാണ് നോഡ് ജേസ് ബിൽഡ് ചെയ്യുന്നത്. ആരും നോഡ് ജേസ് സ്ക്രാച്ചിൽ ബിൽഡ് ചെയ്തിട്ടില്ല. അത് നോഡ് ജേസ് വന്ന സമയത്ത് ബിൽഡ് ചെയ്ത പ്രൊജക്റ്റ് മാത്രം അങ്ങനെയാണ്. പുതിയ പ്രൊജക്റ്റല്ല, ഈ മോഡലിലാണ് ബിൽഡ് ചെയ്യുന്നത് എത്ര വർഷങ്ങളായിട്ട്. ഓക്കെ, അപ്പോൾ എക്സ്പ്രസ്സിലായിരിക്കും പഠിക്കുന്നത്. നമ്മൾ എന്താണ് APIs ബിൽഡ്, നോഡ് ജേസ് മെയിൻലി ഉപയോഗിക്കുന്നത് നമ്മൾ APIs ബിൽഡ് ചെയ്യാനാണ്. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടാണ് നോഡ് ജേസിൻ്റെ അകത്ത് തന്നെ എന്താണ് നമ്മൾ HTML ഫ്രണ്ട് എൻഡ് ബിൽഡ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളത് ചെയ്യത്തില്ല. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോഡ് ജേസിൻ്റെ യഥാർത്ഥ പർപ്പസ് എന്താണോ ആ പർപ്പസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോഡ് ജേസ് നമ്മൾ ഉപയോഗിക്കുന്ന APIs ബിൽഡ് ചെയ്യുന്ന ബാക്ക് എൻഡ് APIs ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. APIs എന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാതെ നിങ്ങളത് കണ്ടാൽ ടോപ്പിക്ക് മനസ്സിലാവത്തില്ല. അപ്പം APIs ബിൽഡ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് എൻഡ് ബിൽഡ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് Next.jsോ റിയാക്റ്റോ ഒക്കെ ആയിരിക്കും ഫ്രണ്ട് എൻഡ്. നമ്മൾ പ്രൊജക്റ്റിൻ്റെ അവസാനം എത്തുന്ന സമയത്ത് നമ്മൾ APIs ഒക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നോഡ് ജേസ് പഠിക്കുമല്ലോ, എക്സ്പ്രസ് പഠിച്ചതിന് ശേഷം നമ്മൾ റിയാക്റ്റും നോഡ് ജേസ് ഉപയോഗിച്ച് നമ്മൾ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യും, റിയാക്റ്റും Next.js ഉപയോഗിച്ച് നമ്മൾ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് എങ്ങനെ കണക്ട് ചെയ്യണം അതിൻ്റെ കാര്യങ്ങൾ ടോപ്പിക്കെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിലവിൽ നമ്മളിപ്പോൾ നോഡ് ജേസ് എക്സ്പ്രസ് പഠിക്കും. അത് കഴിഞ്ഞ് പോസ്റ്റ്മാൻ, അതായത് നമ്മളിപ്പോൾ നിലവിൽ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡൗട്ട് അടിക്കേണ്ട, നമുക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നതാണ്. അതായത് ഇപ്പം നമ്മളൊരു API ബിൽഡ് ചെയ്ത് കഴിയുമ്പം API URL ഉണ്ട്. അപ്പോൾ API URL നമ്മൾ ബിൽഡ് ചെയ്ത് കഴിയുമ്പം നമുക്കതിനെ ടെസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗെറ്റ് പുട്ട്
അതുപോലെ തന്നെ പോസ്റ്റ്, അതുപോലെ തന്നെ ഡിലീറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ മെത്തേഡിലാണ് നമ്മൾ APIയിലോട്ട് റിക്വസ്റ്റ് അയക്കുന്ന, ഡാറ്റ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ APIസിനെ ടെസ്റ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ നമ്മളിപ്പം റിയാക്റ്റ് അല്ലെങ്കിൽ Next.js ഉപയോഗിച്ച് ഫ്രണ്ട് എൻഡ് ഇല്ലല്ലോ, അപ്പോൾ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെഴുതുന്ന APIസിൻ്റെ വർക്കിംഗ് ടെസ്റ്റ് ചെയ്യുന്നതിനും APIയുടെ വർക്കിംഗ്, അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് നമ്മളൊരു ടൂൾ ഉപയോഗിക്കും, പോസ്റ്റ്മാൻ. നാളത്തെ വീഡിയോയിൽ പോസ്റ്റ്മാൻ്റെ ഡൗൺലോഡിങ് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ പോസ്റ്റ്മാനാണ് APIയുടെ വർക്കിംഗ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന. നിങ്ങളുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മാൻ എന്ന്. അപ്പം അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ മെയിൻലി നമ്മൾ നാളത്തെ നമ്മൾ ഇനിയുള്ള ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്ന API ബിൽഡിംഗ് ആയിരിക്കും. അതിൻ്റെ അകത്ത് തന്നെ APIയുടെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിനെ കുറിച്ചും നമ്മൾ, അതായത് ഈ ട്യൂട്ടോറിയൽ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് Node.jsൻ്റെ അകത്ത് നല്ല രീതിയിൽ ടോപ്പിക്കുകളെല്ലാം മനസ്സിലായിരിക്കും. പിന്നെ ഞാൻ വേറൊരു കാര്യം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള, ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഏത് ഫ്രെയിം വർക്ക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചിലപ്പം ഒരു 5 മണിക്കൂർ, ഒരു 10 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു റൗണ്ട് പറഞ്ഞൊരു 30 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലാംഗ്വേജ് മൊത്തം പഠിച്ചെടുക്കാൻ, അതിൻ്റെ ടോപ്പിക്സ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിൽ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യണം, അതിൽ നല്ല നല്ല വലിയ പ്രൊജക്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്താലേ പറ്റും. നിങ്ങൾ എത്രത്തോളം പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്കുള്ള ആ ഒരു സ്റ്റാക്കിലുള്ള സ്കില്ല് നിങ്ങൾക്ക് കൂടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് സ്പ്രിംഗ് ബൂട്ട് പഠിക്കണമെങ്കിലും ജാഗോ പഠിക്കണമെന്നുണ്ടെങ്കിലും ഇപ്പം ആംഗുലർ പഠിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഒരു വീഡിയോ, ഒരു ക്രാഷ് കോഴ്സ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോപ്പിക്സ് എല്ലാം മനസ്സിലാവും. അതിൻ്റെ വർക്കിംഗ്, ആ ഒരു സ്ട്രക്ചർ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിലുള്ള നോളജും ആ ഒരു എക്സ്പീരിയൻസും ഒരു കോൺഫിഡൻസ് കൂടും. നമ്മൾ പ്രൊജക്റ്റ് കൂടുതൽ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ, എന്നാലും വീണ്ടും പറയാണ്, ഞാൻ ഈ ചാനലിൻ്റെ അകത്ത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ബേസിക് ടു അഡ്വാൻസ് ജാവാസ്ക്രിപ്റ്റിൻ്റെ എല്ലാ കോൺസെപ്റ്റും ഞാൻ ഇതിൻ്റെ അകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാനിപ്പം പ്രോമിസ് ആ ടോപ്പിക്, ട്രൈ ക്യാച്ച്, ഇതിൻ്റെ അകത്ത് ഇപ്പം ജാവാസ് കാൾ ബാക്ക് ഉണ്ട്, അതുപോലെ തന്നെ മാപ്പ്, ലോക്കൽ സ്റ്റോറേജ്, പ്രോമിസൊക്കെ നമ്മൾ എന്താണ് ഈ Node.jsന് ഒരു ട്രൈ ക്യാച്ച്, പ്രോമിസ് നമ്മൾ എന്താണ് കാൾ ബാക്ക് ഓക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നിലവിലിപ്പോൾ കാൾ ബാക്ക് എന്താണ് Node.jsൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. പ്രോമിസും ട്രൈ ക്യാച്ചാണ് ഉപയോഗിക്കുന്നത്. കാൾ ബാക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പ്രോമിസും ട്രൈ ക്യാച്ച് നിങ്ങൾ എന്താണ് അത് നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കിയേക്കണം. ഞാൻ ആ വീഡിയോയിൽ നല്ല രീതി പ്രോമിസ് ഏകദേശം 43 മിനിറ്റ് ഉണ്ട്. അത്രയും നല്ല രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം Node.jsൻ്റെ അകത്ത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് പ്രോമിസിന്. അതുപോലെ തന്നെ ട്രൈ ക്യാച്ച് ഒരു ബാക്കിൻ്റെ സെർവറിൻ്റെ അകത്ത് എറർ വരാതെ ആ എററിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ട്രൈ ക്യാച്ച്. അത് ഫ്രണ്ട് എൻഡിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് മാത്രമേ എന്താണ് ഇതിൽ ഞാൻ നിങ്ങൾ ഈ ഒരു വീഡിയോ, അതായത് ഇതിലിപ്പോൾ ഇതിപ്പോൾ ഏകദേശം അറൗണ്ട് 24 വീഡിയോ ഉണ്ട്. ഈ കോഡിങ് ചലഞ്ച് ചെയ്തേക്കുന്ന എന്തിനാണ്, ഞാൻ പറഞ്ഞില്ലേ പ്രൊജക്റ്റാണ്. അതുപോലെ ലീഡ് കോഡ് ചെയ്ത് മാത്രമേ നമുക്ക് കോഡിങ്ങിലുള്ള എക്സ്പീരിയൻസ് കൂട്ടത്തുള്ളൂ. അപ്പോൾ ലീഡ് കോഡ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സും ആണ് ഇതെല്ലാം. അപ്പോൾ ഈ 24 വീഡിയോ നിങ്ങൾ എന്താണ് ഒരു ദിവസം ഒരു വീഡിയോ വെച്ച് കണ്ടാൽ മതി, 2-3 കാണാൻ ഞാൻ പറയുന്നില്ല. ഒരു വീഡിയോ വെച്ച് കണ്ടായാലും നിങ്ങൾ ഈ എന്താണ് ജാവാസ്ക്രിപ്റ്റ് നല്ല രീതിയിൽ പഠിച്ചിട്ട് മാത്രമേ Node.js ആയാലും ഇനി നമ്മുടെ ചാനലിലുള്ള റിയാക്റ്റ് നിങ്ങൾ കണ്ട് പഠിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കുന്ന ടെക്നോളജിയിലെ ലാംഗ്വേജ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ Node.js പഠിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കിയേക്കേണ്ട. കാരണം ബാക്ക് എൻഡിൽ ഇത്തിരി റിയാക്റ്റിനെ അപേക്ഷിച്ച് ബാക്ക് എൻഡ് ഇത്തിരി ടഫാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ബേസിക് ടോപ്പിക്സ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം വരിക. ഞാൻ വീഡിയോയിൽ പഠിപ്പിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, Node.js ജാവാസ്ക്രിപ്റ്റ് അറിയാമെന്നും അതുപോലെ ബേസിക് വീഡിയോ കണ്ടിട്ടുണ്ടെന്നുള്ളൊരു അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. അവിടെ ഞാൻ പഠിപ്പിച്ച ടോപ്പിക്ക് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കണ്ടിട്ട് മാത്രമേ നമ്മുടെ Node.jsൻ്റെ ട്യൂട്ടോറിയൽ കാണാവൂ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് പോസ്റ്റ്മാൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.